കർണാടകയിലെ ചരിത്രപ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് ഏകദേശം 8 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു കേട്ടോ കർണാടകയിലെത്താൻ. ഇവിടുത്തെ കുടക് ജില്ലയിലെ ബൈലെകുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ. കൂർഗിലെ പ്രസിദ്ധമായ ഈ ബുദ്ധക്ഷേത്രത്തിനടുത്തുള്ള നഗരമാണ് കുശാൽ നഗർ. ഇവിടെ നമുക്ക് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ലഭ്യമാണ്. നമ്മളിവിടെ നിന്ന് കുശാൽ നഗറിൽ നിന്ന് ചെറുതായി ഒന്ന് ഫ്രഷായ ശേഷമാണ് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് കമ്പനി കാണാം കേട്ടോ. ഇവിടുത്തെ ഏകദേശം മിക്ക ഷോപ്പുകളിലും സ്പൈസസും ചോക്ലേറ്റുകളൊക്കെ കാണാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. ടിബറ്റൻ ആത്മീയ ഗുരുവായ ദലൈലാമയാണ് ഈ ബുദ്ധക്ഷേത്രത്തെ നാംഡ്രോളിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് നൽകിയത്. 1960കളിൽ ടിബറ്റൻ അഭയാർത്ഥികളായി എത്തിയ ഇവർ കൂർഗിൽ ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിക്കുകയും ബുദ്ധമത സന്യാസികളുടെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളും സ്വർണ്ണ പ്രതിമകളുമായി ഒരു സാംസ്കാരികത്തെ തന്നെയാണ് ഇവിടെ വളർത്തിയെടുത്തിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും ഇടകലർന്ന ഈ കെട്ടിടങ്ങളെല്ലാം ബുദ്ധ സന്യാസികളുടെ പാഠശാലകളും താമസ സ്ഥലങ്ങളുമാണ്. അപ്പോൾ നമ്മളിതേ ബുദ്ധക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ സൗജന്യമാണ്, എൻട്രി ഫീ ഒന്നുമില്ല. ഇവിടുത്തെ സന്യാസികളുടെ ജീവിതവും ബുദ്ധമതത്തിൻ്റെ തത്വങ്ങളും അറിയുവാനും കാണുവാനുമായി ഒരുപാട് വിനോദസഞ്ചാരികൾ ദിവസം തോറും ഇവിടെ എത്താറുണ്ട്. മിക്കവാറും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും വരാറ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് എഴുതിയൊരു ബസ്സൊക്കെ കണ്ടു, കേരളത്തിലെയാണെന്ന് തോന്നുന്നു. നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞത് എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ ബോർഡിൽ ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചും ഇവിടുത്തെ സാംസ്കാരികത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഭാഗം ഒരു വലിയൊരു കവാടം, ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ ബുദ്ധസന്യാസിമാരുടെ താമസ സ്ഥലമാണ് തോന്നുന്നു. പിന്നെ അവരുടേതായ ചെറിയ ചെറിയ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ കയറി ചെല്ലുന്ന ഭാഗം ഇതുപോലെ ഒരു വലിയ നടപ്പാതയാണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ആ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ബുദ്ധസന്യാസിമാരുടെ ആത്മീയ ഗുരുവിൻ്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് ഭാഗത്ത് നിന്നായിരിക്കും കൂടുതൽ നല്ല വ്യൂ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അകത്തോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ നടന്നു നീങ്ങുന്ന നടപ്പാതയുടെ 2 ഇരുവശവുമായി ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. അത് ഫുള്ള് ഇവിടുത്തെ സന്യാസിമാരുടെ ഹോം സ്റ്റേകളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ നടന്നു പോകുന്ന നടപ്പാതയുടെ ഇരുവശവുമായിട്ട് ഇതുപോലെ നല്ല പച്ചപ്പ്, നല്ല വൃത്തിയുള്ള ഗാർഡൻ കാണാം കേട്ടോ. ഏകദേശം നമ്മുടെ മലമ്പുഴയിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ക്ഷേത്ര ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടായിരിക്കാം സഞ്ചാരികളെല്ലാം ഈ എൻട്രൻസ് ഭാഗത്തു നിന്നാണ് ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നത്. നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന ഈ ഒരു എൻട്രൻസ് ഭാഗത്തെ ഈ വലിയ ഗോപുരമാണ് കേട്ടോ നമ്മൾ ആദ്യം നടന്നു വന്നപ്പോൾ കണ്ടത്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒരുപാട് ബുദ്ധസന്യാസിമാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനാ ഹാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ തുറക്കും. അപ്പോഴേക്കും നമുക്ക് ഇവിടെ അടുത്തുള്ള നമ്മുടെ ഫേമസ് ആയ ഗോൾഡൻ ബുദ്ധ പ്രതിമകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്കിവിടെ ഒരു ബെല്ലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. പ്രയറിൻ്റെ ടൈമിൽ അടിക്കുന്നതായിരിക്കാം. നമ്മൾ കടന്നു വന്ന എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമായി ഇതുപോലെ ദീപങ്ങളുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് സഞ്ചാരികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്ന ഈ നടപ്പാതയാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടും ചെറിയൊരു ഗാർഡൻ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് നോ എൻട്രി പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുള്ള കെട്ടിടങ്ങളും കാണാം. ഇത് അവരുടെ പഠനശാലകളോ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളോ ആവും. ഇവിടെ നമുക്കൊരു ഷൂ സൂക്ഷിച്ച് വെക്കാനുള്ള ചെറിയൊരു റൂമുമുണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പുകൾ അഴിച്ചു വെച്ച് വേണം ഈ ബുദ്ധക്ഷേത്രത്തിലേക്ക് കടക്കാൻ. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ആയ ബുദ്ധ പ്രതിമകളുള്ളത്. ഗോൾഡനിൽ നിർമ്മിച്ച ബുദ്ധ പ്രതിമകളാണ് ഇവിടെ.
ഈ ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്കിവിടെ കാണാം ചുമർ ചിത്രങ്ങൾ. ഇതിലെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകൾ ഉണ്ടാവാൻ പറയാൻ. 40 അടിയോളം ഉയരമുള്ള 3 സ്വർണ്ണ പ്രതിമകളാണ് ഇതിനകത്തുള്ളത്. ഈ 3 പ്രതിമകൾക്കുമായി 3 കവാടങ്ങളുണ്ട്. ഈ 3 കവാടങ്ങളും എത്തിച്ചേരുന്നത് ഈ ഒരു വലിയ ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏത് വാതിലിലൂടെ വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് ചെല്ലാം. നിങ്ങൾക്കിവിടെ കാണാം ഈ വാതിലിലെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന മാലകൾ എല്ലാം ഇവരുടെ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ ഇവരുടേതായ ആളുകൾ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അവർ പ്രെയർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളെപ്പോലുള്ള വിനോദസഞ്ചാരികൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് പോകുന്നേ ഉള്ളൂ. എല്ലാ മതങ്ങൾക്കും ഉണ്ടാവും ഓരോ കഥകൾ പറയാൻ. ഇവിടെ വന്നപ്പോഴും അത് തന്നെയാണ് തോന്നിയത്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങളും ഇവരുടെ ഓരോ വിശ്വാസങ്ങളും ഇവരുടെ പ്രാർത്ഥനകൾ അതുപോലെ ദൈവങ്ങളുടെ ബുദ്ധപ്രതിമകളെയൊക്കെ കണ്ടപ്പോൾ ആരായാലും കുറച്ച് നേരം അങ്ങനെ നിന്നു പോകും. ഇവിടുത്തെ ഭാഷ നമുക്കറിയില്ലെങ്കിലും എന്തൊക്കെയോ അറിയുമെന്ന ഭാവത്തിൽ നമ്മളൊരല്പനേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ ചിലതൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രതിമയ്ക്ക് താഴെയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളുണ്ട്. ഇവിടുത്തെ ബുദ്ധസന്യാസിമാരുടെ കഥകളിലെ കഥാപാത്രങ്ങളായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ വിശ്വാസപരമായ ഓരോ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ശംഖുകളുണ്ട്. നമുക്കറിയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവരുടെ ചുമർ ചിത്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും ആകർഷിക്കുന്നത്. ചുമർ ചിത്രങ്ങളോടൊപ്പം തന്നെ ക്ഷേത്രത്തിനകത്ത് ബുദ്ധ പ്രതിമകളാണ് കൂടുതലുള്ളത്. കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സുവർണ ക്ഷേത്രമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. ബുദ്ധൻ, പത്മസംഭവ, അമിതായുസ് എന്നിങ്ങനെ 3 പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഈ 3 പ്രതിമകളും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ലോകത്തേക്ക് വന്ന പോലെയാണ് തോന്നുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ബെഡുകൾ, ടേബിളൊക്കെ ഇവിടെ പ്രാർത്ഥനാ സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാവാം. ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും അതിമനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും വിഗ്രഹങ്ങളും സ്വർണ്ണ ചിത്രങ്ങളും ഉള്ളതിനാലാണ് ഈ ക്ഷേത്രം സുവർണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുനിന്ന് കാണുന്നൊരു വ്യൂ ആണ് ഇത്. നമുക്കിതുപോലെ ഈ സ്റ്റെപ്പുകളിൽ നിന്നിട്ടൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ദേ ഏകദേശം നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമുക്ക് പ്രെയർ ഹാളിലേക്ക് പോകാം. അവിടേക്കാണ് ഇപ്പോൾ എല്ലാവരും പോയോണ്ടിരിക്കുന്നത്. ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഓരോ ഭാഗവും ഓരോ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ തീർത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം മാനം മുട്ടി നിൽക്കുന്ന വലിയ ഗോപുരങ്ങൾ കേട്ടോ. അത് കാണുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആദ്യം കണ്ട എൻട്രൻസിലെ ആ ഹാളിലേക്ക് വരികയാണ്. ഇവിടെ പ്രെയർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ടിബറ്റൻ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്കൊരല്പം നേരം അവരുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ. അഭയാർത്ഥികളായി വരുന്ന ആളുകളെയൊക്കെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി ജീവിത സൗകര്യങ്ങൾ ഒരുക്കട്ടെ. ഇവിടെ ഇതുപോലെ ചിലയിടങ്ങളിലായിട്ട് ഡൊണേഷൻ ബോക്സുകളൊക്കെ കാണാം. അപ്പോൾ അതേ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അടുത്തൊരു പ്രെയർ ഹാളിലേക്ക് വന്നു. അതുപോലെ 2-3 കെട്ടിടങ്ങളിലായിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ പ്രെയർ ഹാളുകളുണ്ട് കേട്ടോ. ഇതുപോലെ ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് പ്രെയർ കാണാൻ കഴിയുള്ളൂ. അവരുടെ പാരമ്പര്യേതരമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചാണ് പ്രെയർ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് വേറെ മറ്റു നല്ല നല്ല കാഴ്ചകൾ കാണാൻ പോവാണ്. എനിക്കിവിടെ ഈ ചുമർ ചിത്രം കണ്ടപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഓർമ്മ വന്നത്. ഇതുപോലെ പശുക്കിടാങ്ങളുടെ ഇടയിലും മയിലിൻ്റെ മൃഗങ്ങളുടെയൊക്കെ ഇടയിൽ നിന്നിങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ. ഇവിടെയും ഒരു ബുദ്ധ സന്യാസി ഇതുപോലെ ഇരിക്കുന്നത് കണ്ടു ചിത്രത്തിൽ. പ്രാർത്ഥനാ ചക്രങ്ങളും പ്രയർ ഡ്രമ്മുകളും അതുപയോഗിക്കുന്ന സന്യാസിമാരെയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഇന്ത്യ തന്നെയാണോ എന്ന് ഒരു നിമിഷമെങ്കിലും സംശയിക്കും. ഇനി നമുക്കിവിടെ ഈ പാറക്കല്ലുകൾക്കിടയിൽ
ഒരു ടിബറ്റൻ സമൂഹത്തിൻ്റെ മിനിയേച്ചർ തന്നെ കാണാം കേട്ടോ. അവർ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് എന്ന് കാണിക്കുന്ന ഒരു മുഴുവൻ മിനിയേച്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 1960കളുടെ കാലഘട്ടത്തിൽ അഭയാർത്ഥികളായി വന്നിരുന്ന സമയത്ത് വെറും മുളങ്കൊമ്പുകൾ കൊണ്ട് തീർത്ത ചെറിയ താമസ സൗകര്യങ്ങൾ മാത്രമായിരുന്നു ഇവിടെ. കൂർഗിലെ ഈ സുവർണ ക്ഷേത്രം ഇന്ന് ബുദ്ധമതക്കാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഈ പ്രാർത്ഥനാ ഹാളുകളും പിന്നെ നമ്മുടെ പ്രധാനമായ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ശാന്തവും മനോഹരവുമായ ഈ ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഈ ക്ഷേത്രാങ്കണത്തിൻ്റെ പിൻവശം ഒരു ഗാർഡനാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇവരുടെ താമസ സൗകര്യമായ കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഗാർഡനൊക്കെ ഒന്ന് കാണുകയാണ്. ഇവിടെ തന്നെ പൂളുകളുണ്ട്, പക്ഷെ അതിലിപ്പോൾ വെള്ളങ്ങളൊന്നുമില്ല. പ്രയർ ഹാളിൽ നിന്ന് വരുന്ന ബുദ്ധ സന്യാസികൾ അല്പനേരമെങ്കിലും വിശ്രമിക്കാൻ ഇവിടെയായിരിക്കാം വന്ന് നിൽക്കുന്നത്. അത്ര മനോഹരമാണ് ഈ ഗാർഡന് കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മാനം മുട്ടി നിൽക്കുന്ന ഗോപുരങ്ങളെ കാണാം. സമ്മറായിട്ട് പോലും ഇവിടുത്തെ പൂക്കളുടെ ഭംഗിക്കൊരു കുറവും വന്നിട്ടില്ല കേട്ടോ. അത്രമാത്രം അവരതിനെ പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ ഞാനൊരു മരം കണ്ടേ, അതിലിതുപോലെ ഓറഞ്ച് കളറുള്ള പൂക്കളുള്ള വള്ളികൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന പലതരം പൂക്കളെ ഞാനിവിടെ കണ്ടു. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കത്തക്ക വിധമുള്ള ഗാർഡനിലെ മനോഹരമായ പൂക്കൾ, മനോഹരമായ വള്ളികൾ, മനോഹരമായ ചെടികൾ. എന്ത് രസമാണെന്നോ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ. കൂർഗിലെ ആളുകൾ ഇപ്പോഴും ഇവരെ അതിഥികളായി തന്നെയാണ് കാണുന്നത്. അവരെല്ലാം എത്ര ഭാഗ്യവാന്മാരാണ്. ഇത്രയും മനോഹരമായ സ്ഥലത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യം. വിട പറയാൻ ആഗ്രഹിക്കാതെയെങ്കിലും നമ്മൾ ഗോൾഡൻ ടെമ്പിളിനോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പായി കൂർഗിലെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലെ ബുദ്ധസന്യാസികളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെക്കണം. ഇനിയും കർണാടകയിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.